നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പോൾ നമ്മുടെ വായന ഇന്നു മുതൽ 12 മണിക്കായിരിക്കും ഉണ്ടാവുക. നമ്മുടെ ആദ്യത്തെ ചാനലായ ടാരോട്ട് ലവ് എനർജീസ് എന്ന് പറയുന്ന ചാനലിൽ ഉച്ചയ്ക്ക് 2 മണിക്കും രാത്രി 10 മണിക്കും അങ്ങനെ 3 വായനകളാണ് ഇനി ഉണ്ടാവുക. ഈ ഒരു ചാനലിൽ അതായത് 2.0യിൽ 12 മണിക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ടൈം മാനേജ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഇതുവരെയും നിങ്ങൾ എനിക്ക് തന്ന എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനത്തിനും നന്ദി. അതുപോലെ ഹൈപ്പ് ചെയ്ത് ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്കപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഈ വായന നിങ്ങൾ കേട്ടാൽ അത്ഭുതം തോന്നിയേക്കാം. മനസ്സുകൊണ്ട് സംതൃപ്തിയും ആദരവും നിറഞ്ഞ സ്നേഹമാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വായനയിൽ നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് ഈ വ്യക്തി നിങ്ങളുടെ സ്നേഹത്തിന് എത്രമാത്രം പ്രാധാന്യമാണ് നൽകപ്പെടുന്നത്. നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനും നിങ്ങളുടേത് മാത്രമായി തീരുവാനും ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും നന്നായി തന്നെ കാണുവാൻ സാധിക്കുന്നത് പൂർവികരുടെ വളരെ നല്ല രീതിയിലുള്ള ഒരു അനുഗ്രഹം ഈ ഒരു പ്രണയബന്ധത്തിൽ ഉടനീളമായി സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ആദ്യത്തെ സത്യമായിട്ടുള്ള ഒരു കാര്യമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള, ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രണയബന്ധമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് നിങ്ങളുടെ ബോധമനസ്സിലോ ഉപബോധ മനസ്സിലോ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സ് അത്രമേൽ ആഗ്രഹിച്ചിട്ട് വന്നു ചേർന്നിട്ടുള്ള ഒരു പ്രണയബന്ധമായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് എത്ര വയസ്സിലാണോ നിങ്ങൾ കണ്ടുമുട്ടിയത്, അല്ലെങ്കിൽ എത്രാമത്തെ വർഷത്തിലാണോ, ഏത് പ്രായത്തിലാണോ, ഏത് സാഹചര്യത്തിലാണോ എന്നുള്ളതിനൊന്നും തന്നെ ഇവിടെ പ്രാധാന്യമില്ല. ഈ ഒരു പ്രണയബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നതോടുകൂടി ധാരാളം പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരെയും മനസ്സ് പുതുക്കിയും ശരീരം പുതുക്കിയും രൂപാന്തരപ്പെടുവാൻ നിങ്ങൾ രണ്ടുപേരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഈ പ്രണയബന്ധത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉടനീളമായി കാണുവാൻ സാധിക്കുന്നത് പൂർവികരോടൊപ്പം തന്നെ നമുക്ക് മാലാഖമാരുടെ ഊർജം തന്നെയാണ്. മാലാഖമാർ ഇവിടെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ രണ്ടുപേരെയും സഹായിക്കുവാൻ ഒരുങ്ങി നിൽക്കുകയാണ്. നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളും നിങ്ങൾക്കിടയിൽ ക്ഷണിക്കപ്പെടാതെ കയറി വരുന്ന അതിഥികളും തേർഡ് പാർട്ടി അവസ്ഥകളും നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെയും എല്ലാം തന്നെ പുറംതള്ളപ്പെടുത്തിക്കൊണ്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മാലാഖമാരും പൂർവികരും ഈ പ്രണയബന്ധത്തെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ വ്യക്തിക്ക് നിങ്ങളെ പിരിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു മര്യാദയും അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ജീവിതത്തിൽ ഒരു ജീവൻ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങളിലൂടെ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ പരിപൂർണമായിട്ടും നീതി ലഭിക്കണം എന്ന് തന്നെയാണ് ഈ പേഴ്സണും താല്പര്യപ്പെടുന്നത്. ഒരുപക്ഷെ നോട്ടത്തിലോ സംസാരത്തിലോ ഭാവത്തിലോ പെരുമാറ്റത്തിലോ ഒന്നും തന്നെ നിങ്ങൾക്ക് അനുകൂലമായി ഈ വ്യക്തിയിൽ നിന്നും ചിലപ്പോൾ തോന്നിയിട്ടില്ലായിരിക്കാം. ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നായിരിക്കാം നിൽക്കുന്നുണ്ടാകുന്നത്. മനസ്സ് തുറന്ന് സംസാരിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യവും ആയിരിക്കാം. പക്ഷെ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഇവിടെ നീതിക്കും ന്യായത്തിനും വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായ നല്ലൊരു ലവറിനെയാണ്. നിങ്ങൾക്കും ഈ വ്യക്തിക്കും തമ്മിൽ നല്ല രീതിയിലുള്ള റൊമാൻസ് വരുന്നുണ്ട്. മാനസികപരമായിട്ടുള്ള അടുപ്പം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് ഈ വ്യക്തിയും നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ചിന്തയാണ് നിങ്ങൾക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എത്ര ദൂരെയാണെങ്കിൽ പോലും ഈ വ്യക്തിയുടെ ശബ്ദവും ചിരിയും സാന്നിധ്യവും എല്ലാം തന്നെ നിങ്ങൾക്ക് സെൻസ് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള മനോഭാവവും കാഴ്ചപ്പാടും ഈ വ്യക്തിക്കും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ഇവിടെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്നത് ഒരു ലവറോ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ മാത്രമല്ല.
നല്ലൊരു അധ്യാപിക കൂടിയാണ്. അധ്യാപിക എന്ന് പറയുന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉണ്ടായിരുന്നത് അവയെല്ലാം വളരെ ബുദ്ധിപൂർവം പരിഹരിച്ചുകൊണ്ട് നിങ്ങൾ ഈ വ്യക്തിയെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഒരുപാട് മര്യാദയായിട്ടുള്ള ഒരു ജീവിതം, മര്യാദകൾ നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. നിങ്ങളിൽ നിന്നും ഒരുപാട് മര്യാദയായിട്ടുള്ള പാഠങ്ങൾ ഈ വ്യക്തി പഠിച്ചിട്ടുണ്ട്. ഈ വ്യക്തി ജീവിച്ചു വന്നിരിക്കുന്ന ഒരു ജീവിത പശ്ചാത്തലം വളരെയധികം മോശമായിട്ടാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ യാതൊരു തരത്തിലുള്ള സ്നേഹവും മര്യാദയും പരിഗണനയും ഒന്നും തന്നെ ലഭിക്കാതെ വളർന്നിട്ടുള്ള ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ വഹിച്ചിട്ടുള്ള പ്രധാന ഒരു പങ്കെന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. ഒരമ്മയായിട്ടും അല്ലെങ്കിൽ വഴികാട്ടിയായിട്ടും ഒരു മാതൃക ഒരു വ്യക്തിയായിട്ടും ഒക്കെ നല്ലൊരു വ്യക്തിത്വത്തിനുടമയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും കാണുന്നത്. അതുകൊണ്ട് സ്നേഹമുണ്ട്. സ്നേഹത്തിനേക്കാൾ ഉപരി സംതൃപ്തിയും വളരെയധികം ആദരവും നിറഞ്ഞിട്ടുള്ള ഒരു സ്നേഹമാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. ആ ഒരു മര്യാദയും ബഹുമാനവും ആദരവും ഒരിക്കലും ഈ വ്യക്തി കളയുവാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം നിങ്ങളെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ നഷ്ടമായിരിക്കും എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആർക്കേഞ്ചൽ യൂറിയൽ മാലാഖയെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത്. കാരണം ഈ വ്യക്തിയെ ആത്മീയപരമായിട്ടുള്ള യാത്രകളിലേക്ക് കാലെടുത്ത് വെപ്പിക്കുകയും ആ ഒരു സ്പിരിച്വൽ ജേർണിയിലേക്ക് കൊണ്ടുവരികയും ജീവിതത്തിനോട് തന്നെ ഒരു പാഷൻ കൊണ്ടുവരാൻ ഏറെ കൂടുതൽ സഹായിച്ചിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് എന്നുള്ള ഉറപ്പിച്ചുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. അത് തന്നെയാണ് സത്യം. അതുകൊണ്ട് യൂറിയൽ മാലാഖയുടെ നല്ല രീതിയിലുള്ള സാന്നിധ്യം നമുക്ക് ഈ ഒരു പ്രണയബന്ധത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഈ സ്നേഹബന്ധം തകർക്കുവാൻ നോക്കിയിട്ടുള്ള വ്യക്തികളെയും നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ വ്യക്തിയുടെ മുന്നിൽ രണ്ട് വഴികൾ ഇട്ടുകൊടുത്ത് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം എന്നുള്ള രീതിയിലേക്കും വന്നിട്ടുണ്ട്. ആ രണ്ട് വഴികളിൽ ഒന്നായിരിക്കാം നിങ്ങൾ, മറ്റേത് ഈ വ്യക്തിയുടെ വീട്ടുകാരോ വേണ്ടപ്പെട്ടവരോ ഇഷ്ടപ്പെടുന്ന വ്യക്തിയും ആയിരിക്കാം. അതുകൊണ്ട് ഈ പേഴ്സൺ ഒരിക്കലും ഒരു തെറ്റുകളും അല്ലെങ്കിൽ ഒരു തെറ്റുകളും വിഷമിപ്പിക്കലും ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ നിങ്ങളെ തേടിയെടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ സെലക്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശുഭാപ്തി വിശ്വാസത്തോടെയും തൻ്റെ സ്വന്തം വിശ്വാസത്തോടെയും പോസിറ്റീവായിട്ടുള്ള ഊർജത്തോടെയും മുന്നോട്ട് പോകാനായിട്ട് ഈ വ്യക്തിക്ക് പ്രചോദനമായിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ്. ഇവിടെ ഈ ഒരു ബന്ധത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളമായി പോകും. ഉറപ്പായിട്ടും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു മത്സര ബുദ്ധിയായിരുന്നു ഈ പ്രണയബന്ധം എന്ന് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരെ വേറെ വേറെ വഴികളിലേക്ക് കൊണ്ടുവിടുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളും വ്യക്തികളും കാരണങ്ങളും ഒരുപാടുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തരാണ് നിങ്ങൾ രണ്ടുപേരും. ആ ഒരു കാര്യവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ആരൊക്കെ വന്നാലും ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെയാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അതാണ് ആത്മാർത്ഥ സ്നേഹത്തിന്റെ ഒരു പ്രതീകം എന്ന് പറയുന്നത്. ഇവിടെ ഒരിക്കലും വറ്റിപ്പോകാത്ത ഒരു കടപ്പാടും ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ട്. അതായത് മോശപ്പെട്ട സ്വഭാവമായിരിക്കാം, ചിന്താഗതികളായിരിക്കാം, വ്യക്തികളിൽ നിന്നായിരിക്കാം ഈ വ്യക്തിയെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഈ വ്യക്തിയുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ എന്താണോ, കഴിവെന്താണോ അത് കണ്ടെത്തി അതിനനുസരിച്ച് മുന്നോട്ട് വിടുവാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. രൂപത്തിലും ഭാവത്തിലും സ്വഭാവത്തിലും എല്ലാ കാര്യത്തിലും ഈ വ്യക്തിയുടെ പുതിയ ഒരു അപ്ഡേഷൻ കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളത് മറ്റൊരു കാരണം കൂടിയാണ്. എന്നിങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളും ആദരീയമായിട്ടുള്ള അല്ലെങ്കിൽ ആദരവും അതുപോലെ സംതൃപ്തിയും തോന്നിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് പ്രവർത്തികൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഈ വ്യക്തിക്ക് നേർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വളരെയധികം സന്തോഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങളെക്കുറിച്ച് മറ്റാരെങ്കിലും ഈ വ്യക്തിയുടെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഓരോന്നോരോന്നുമായി എണ്ണി എണ്ണി പറയാനുണ്ടാകും ഈ വ്യക്തിക്ക് ഓരോ കാരണങ്ങൾ, മനോഹരമായ കാരണങ്ങൾ, സന്തോഷകരമായ സംതൃപ്തി നിറഞ്ഞിട്ടുള്ള ഓരോ റീസൺസ്.
ആ ഒരു റീസണുകൾ തന്നെയാണ് നിങ്ങളെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. എന്തു തന്നെയായാലും ഇതിങ്ങനെ തന്നെ എന്ന് നല്ല രീതിയിൽ തന്നെ പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.